ഞാൻ ഉപയോഗിക്കുന്ന എന്റെ വാഹനമുണ്ടല്ലോ അത് എന്റേതല്ല, ഞാൻ കിടന്നുറങ്ങുന്ന വീട് എന്റേതല്ല. ഞാൻ നാളെ മരണപ്പെട്ടാൽ ആ മിൽക്കിയത്ത്, ആ സ്വത്തവകാശം വേറൊരാളിലേക്ക് നീങ്ങുന്നതാണ്. ഏത് വസ്തുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കൂട്ടിയുണ്ടാക്കുന്ന നമ്മുടെ സമ്പത്ത്, ഞാൻ ഇവിടുത്തെ വലിയ പണക്കാരനാണെന്ന് പറയാൻ വേണ്ടി നമ്മളിങ്ങനെ ഓടി നടന്ന് വിശ്രമമില്ലാതെ, അതേ നമസ്കാരമില്ലാതെ ഓടി നടന്ന് നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്തൊന്നും നമുക്കുള്ളതല്ല. അതേ നമ്മുടെ വീടിന്റെ അടുത്തുള്ളൊരാള് സുഖമില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യന് 1000 രൂപ കുടിയേക്ക് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത രൂപത്തില് നമ്മൾ കൊടുക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന സ്വത്തുണ്ടല്ലോ, ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളിനെ സഹായിക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന സ്വത്തുണ്ടല്ലോ, വീടില്ലാതെ നിൽക്കുന്ന ഒരു സഹോദരന്, അതേ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത സഹോദരങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന സ്വത്തുണ്ടല്ലോ. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസാ അല്ലദീ ജമഅ മാലൻ വഅദ്ദദാ യഹ്സബു അന്ന മാലഹു അഖ്ലദാ. അതേ അറേബ്യൻ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത്, ആ സമ്പത്തെല്ലാം ഞാൻ എന്റെ അധ്വാനത്തിന്റെ ഫലമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്നും ഒരു തുള്ളി കാശ് പോലും പാവപ്പെട്ടവനെ കൊടുക്കാതെ നമ്മൾ വാരിക്കൊണ്ടുവന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് നാളെ, ആ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് പറയാണ് അല്ലദീ, ആ സമ്പത്തെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയും, അത് ഈ സമ്പത്ത് എനിക്ക് ശാശ്വതമാവും. നാളെ മരണപ്പെട്ടു പോയാലും നാളെ സ്വർഗം വരെ നമ്മൾ ഈ സമ്പത്ത് ഉണ്ടാകുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണ്ട. എന്ന നരകത്തിലേക്ക് അവരെ അള്ളാഹു വലിച്ചെറിയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകം എത്രയുണ്ട്, നരകം എത്രയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നരകത്തെ പറ്റി അള്ളാഹു പറയുന്നു. അതിലൊരു നരകമാണ് ഹുത്തമ. ഹുത്തമ എന്ന് പറയുന്ന നരകത്തിൽ വയൽ എന്ന് പറഞ്ഞ വേറൊരു ഭാഗമുണ്ട്, ജഹന്നമുണ്ട്, ജഹീമുണ്ട്. അതുപോലെ ഹുത്തമായ എന്ന് പറയുന്ന നരകത്തിലേക്ക് റബ്ബുൽ ഇസ്സത്ത് അവനെ വലിച്ചെറിയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് നമസ്കാരമില്ലാതെ നമ്മൾ ഓടി നടക്കണ്ട. കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ മലപ്പുറം ജില്ലയിലെ അക്ഷയ എന്ന പറഞ്ഞ സെന്ററിലേക്ക് ഒരു സഹോദരി, 2 സഹോദരിമാര്, അവരെ